ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 31 അധ്യായം 1 തിരുവചനം. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടേണ്ട മനോഹരമായ ഒരു പ്രാർത്ഥന. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുകയാണ്. അങ്ങയുടെ കൂടെ നടന്നവരെ ഒന്നും ലജ്ജിക്കാൻ അങ്ങ് ഇടവരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ദിവസം ആരുടെയും മുമ്പിൽ ലജ്ജിക്കാൻ ഇടകൊടുക്കരുത്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ നാണം കെട്ട ആ പാതയിൽ കർത്താവിന് ഒരു നാണവുമില്ലായിരുന്നു, ലജ്ജയില്ലായിരുന്നു. ഉടുതുണി പോലും വലിച്ചു കീറി നഗ്നനായി കുരിശിൽ കിടന്നപ്പോഴും ഈശോ ലവലേശം ലജ്ജിച്ചില്ല. കാരണം അപ്പനോട് കൂടെയുള്ള യാത്രയായിരുന്നു. ഭൗതികതയിൽ നാണമുണ്ടാകും. ഏദൻ തോട്ടത്തിലെ പരാജയം അതാണ്. പാപം ചെയ്തപ്പോൾ അവർക്ക് നാണക്കേടും ലജ്ജയും ഉണ്ടായി. ആ നാണം ഇല്ലാതെയാണ് ഈശോ ലോകത്തോട് വിട പറഞ്ഞത്. പാപം ചെയ്യുന്നവനാണ്, തെറ്റ് ചെയ്യുന്നവനാണ് നാണം കെടേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ തെറ്റ് പറ്റാത്തൊരു ജീവിതം ഈ ദിവസം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം സ്വന്തമാക്കിക്കൊണ്ട് ഈശോയുടെ മുമ്പിൽ ധൈര്യപൂർവ്വം ജീവിക്കാൻ ഇന്ന് നമുക്ക് കൃപയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.